പരിപാടി എന്താ കരയുടെ തക്കാളി ഇല്ലേ? തക്കാളി ഞാൻ വെച്ചിട്ടുണ്ട്. കാര്യമില്ല ഇത് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആ ഗ്യാസിന് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളൂ. പക്ഷെ അത്ര ഇഷ്ടം വേണ്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 12:30. എല്ലാവരും രണ്ടുപേരും കൂടെ ധൃതി പിടിച്ചൊരു കാര്യം ചെയ്യാണ്. വേറെ ഒന്നല്ല, ഒരു ബിരിയാണി കൊതി അല്ലേ? ഞങ്ങള് ഫിഷ് വാങ്ങാൻ പോയതാണ്. അപ്പോൾ ഉണ്ട് സുറുമ. കുറേ കാലമായിട്ട് നല്ല സുറുമ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സുറുമ കുറവായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇന്ന് നല്ല വലിയ നെയ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് ചോറും കൂട്ടാനും ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോറും കൂട്ടാനും നെയ്മീൻ വറുത്തതുമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ രമേശേട്ടൻ പറഞ്ഞു ബിരിയാണി കഴിക്കാൻ കൊതിയാവണം, ഫിഷ് ബിരിയാണി കഴിക്കാൻ കൊതിയാവണമെന്ന്. അപ്പം നേരെ എല്ലാ പരിപാടിയും എന്താ കരയുടെ കണ്ണിന്റെ പ്രശ്നമായിരുന്നില്ല. ഉള്ളി നുറുക്കിയിട്ട് ബിരിയാണി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി നുറുക്കണം. കാരണം ഓൾറെഡി 12:40 3 മണിയാകുമ്പോഴേക്കും മിഥുന് ട്യൂഷന് പോകണം. അതിൻ്റെ ഉള്ളിൽ ഇത് മുഴുവൻ റെഡിയാക്കാന്നുള്ളത് അറിയില്ല. എനിക്കാണെങ്കിൽ നല്ലൊരു ഷോർട്സ് എടുക്കണം എന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ. കുനുകുനാന്നരിയ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനുള്ള സംഭവം. ഞാനിത് ഒരുപാട് തവണ കാണിച്ചതാണ്. എൻ്റെ ഫിഷ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അമ്മയുടെ റെസിപ്പിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഫിഷ് ബിരിയാണി. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി എത്ര പെട്ടെന്ന് പ്ലാൻ മാറി. ചീര കൂട്ടാനും ചോറും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതേ മുതലാണ്. പക്ഷെ അത് വെരി ഈസിയാണ്. നല്ല രസമാണല്ലേ? ആരും പറയണ കേട്ടോ, ക്യാൻഡിൽ കത്തിച്ചു വെച്ചാല് ഉള്ളി എരിയില്ലാന്ന്. ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ അറ്റത്തില്ലേ, കത്തിയുടെ അറ്റത്ത് ഒരു ചെറിയ ഉള്ളി കത്തിച്ചു പാടില്ലല്ലോ. ഇല്ല, അത് കുഴപ്പമില്ല. അവസാനം ഇപ്പൊ അതിന്റെ പുകയും കൂടി എന്റെ കണ്ണിക്ക് അടിച്ചിട്ട് കൂടുതലാവുണ്ടാവുക. ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര എഫക്റ്റീവ് ആണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു സൈക്കോളജിക്കൽ അല്ലല്ല, എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കും. ഇപ്പൊ പോയിട്ട് കണ്ണ് തുടച്ചു വരും. ഈ കണ്ണട വെച്ചിട്ട് വരും. അപ്പൊ പിന്നെ എന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. കണ്ണട പോലും ഇല്ല. കണ്ണട വെക്കുന്നത് ഉള്ളി ഏരിയാതിരിക്കാനല്ല, എനിക്ക് കണ്ണ് കാണാനാണ് ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്. അല്ല, പ്രൊട്ടക്ഷൻ അല്ല. അങ്ങനെ എന്തിനു മെഴുകുതിരി കത്തിച്ചേക്കണ? ഗ്യാസ് കത്തിച്ചാ പോലെ. അപ്പൊ എന്തെങ്കിലും ക്യാൻഡിലുമായി വല്ലതും ഉണ്ടാവുന്നേ. എന്തൊന്ന് നോക്കി വെക്കണം. അത് ശരിക്കും അറിയണ വെച്ചാൽ ആദ്യം കത്തിച്ചേക്കണായിരുന്നു. അപ്പൊ എന്റെ ആദ്യത്തെ കഴിഞ്ഞില്ല, പിന്നെ നോക്കിയേ. അതല്ല, ഇത് ഞാനൊന്ന് ചെയ്തൊക്കെ എനിക്ക് അറിയണം. നമ്മുടെ കൈമാ റൈസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കൈമാ റൈസ് കണ്ടാൽ ഇത്രയും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് ഉണ്ടാവില്ലേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. കൈമാ റൈസിന്റെ ഒരു മണം, ഇത് വെറുതെ ഇതിന്റെ ഒരു മണം തന്നെ എന്താ പറയുക, രക്ഷയില്ലാത്ത മണം. കണ്ണി നീറുന്നുണ്ട് കേട്ടോ. ഒരു കാര്യമില്ല ഇത് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആ ഗ്യാസിന് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളൂ. അച്ഛനാണ് എപ്പോഴും പറയാം, അന്നവിടെ വന്നിട്ട് സ്വപ്നയുടെ ഫിഷ് ബിരിയാണി അത് കഴിച്ചിട്ട് പിന്നെ അപ്പൊ അച്ഛന് ഭയങ്കര ഇഷ്ടം. പറയാം ഫിഷ് ബിരിയാണി എവിടെ കിട്ടുമെന്ന് ചോദിക്കും. പറയണ്ടായിരുന്നു സ്വപ്നയുടെ ഫിഷ് ബിരിയാണി ഒരു ദിവസം ഒന്ന് കഴിക്കണം. ചെറുതായിട്ട് എഫക്റ്റ് ഉണ്ടോ? അത് ഇവിടെ അടുത്ത് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളെ കണ്ണിലേക്ക് വരുന്ന ഗ്യാസിനേക്കാൾ അത് എത്തിക്കില്ല എന്നാണ് ChatGPT പറയണത്. പക്കട് അറിയില്ല കേട്ടോ. ഷോർട്സ് എടുക്കട്ടോ. എന്തൊക്കെ ഒരു കഷ്ടപ്പാടാണ് ഫിഷ് ബിരിയാണിക്ക്. രണ്ടെണ്ണം കൂടെ വെച്ച ആക്ച്വലി ഉണ്ടല്ലോ, ഈ നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയാണ് നമ്മൾ ചെയ്യണം അതേ സംഭവങ്ങൾ തന്നെ അങ്ങോട്ട് ഇട്ടാൽ മതി എന്ന്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ 1 മണിക്കൂറാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് 2-2.5 മണിക്കൂർ വേണം ശരിക്കും അല്ലേ? ഭയങ്കര ടൈം എക്സ്ട്രാ വേണം. അവിടെ നമുക്ക് ഈ ചടുപടിയും ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് ഒറ്റ ഇതിപ്പോൾ രമേശേട്ടൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഓക്കെ, ഞാൻ അത് ചെയ്യുമ്പോൾ അത് വരുമോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല ടൈം വേണം. അതുകൊണ്ടാണ് ഈ രാവിലത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇപ്പം ഞാൻ ചെയ്യാറില്ല. മറ്റേത് ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വിചാരിക്കും അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ 2 എണ്ണം നോക്കി കുത്തിക്കൊള്ളുന്നു. ഇത് ശരിക്കും വലുതായതുകൊണ്ട് ഒരു ഒറ്റെണ്ണം നല്ലപോലെ വേവിക്കണം. എന്താവുന്ന ഞാൻ നോക്കട്ടെ. ഓരോന്നായിട്ട് 20 മിനിറ്റ് വെച്ചിട്ടോ അതൊക്കെയാണ്. എയർ ഫ്രയറിന് അങ്ങനെ പ്രശ്നമുണ്ട്. ഒരുപാട് പേരുള്ളപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേയൊക്കെ ഉണ്ടാക്കുമ്പോൾ നടക്കില്ല. നല്ല ടൈം കൺസ്യൂമിങ് ആണ്. നോക്കാം. തക്കാളി ഇല്ലേ? തക്കാളി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കൊള്ളാലോ. തക്കാളി കഴിയാ കളി കഴിച്ചിട്ട് നീ നാരങ്ങ എടുത്തു. നാരങ്ങ എനിക്ക് ആവശ്യമുണ്ട്. മര്യാദക്ക് ഞാന്
ഫിഷ് പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത്. ഫിഷ് പൊള്ളിച്ചത് ചോറും കൂട്ടാനും ഓൾറെഡി ഇരിക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഇന്നൊരു റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ബിരിയാണി എന്ന് കേട്ടപ്പോൾ പിന്നെ ഞാനും ഇത് ഗുണഗുണ വേണ്ടല്ലോ. അതിങ്ങനെ അങ്ങനെ മറ്റേ പോലെ സാലഡിന് നോക്കുന്ന പോലെ കാലൊക്കെ മാറും. പണി ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ അത് വന്ന് ഡ്രോറ് തുറന്ന് ശരി ഫട്ടാഫട്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ. കഴിഞ്ഞോ? ഇടയ്ക്ക് ഞാൻ ധൃതി പിടിച്ച് ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്യും. ഡോറ് വലിക്കുമ്പോ കാലിന്റെ അടിയിൽ കൊടുക്കുമ്പോ അങ്ങനെ ജീവൻ പോയി അവിടെ കിടക്കട്ടെ വയ്യാറിട്ട്. സത്യം പറഞ്ഞാൽ നമ്മള് ഒരാള് മാത്രം അടുക്കളയിൽ പെരുമാറി ശീലാവുമ്പോഴേ വേറെ ആരെങ്കിലും വരുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ശരിക്കും. നമ്മളിങ്ങനെ ഓടി 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 പണി ചെയ്യണതിന്റെ ഇടയിൽ ഒരാൾ സഹായിക്കാൻ വന്നാൽ അത് വേറെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ നിവർത്തിയില്ലാത്തോണ്ട് വിളിക്കണതാ. സാധാരണ ഞാൻ അങ്ങനെ വിളിക്കാറില്ല. ഒരാൾ മാത്രമായിട്ട് അടുക്കളയിൽ പെരുമാറാനാ രസം. അതാകുമ്പോ നമ്മുടെ പണിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടക്കാലോ. പക്ഷെ അത്ര ഇഷ്ടം വേണ്ട. സ്പൈസ് ബോക്സ് എല്ലാതും അങ്ങോട്ട് ഇട്ട് തട്ട് തന്നെ. ഞാൻ ഇപ്പം അടുത്ത സ്പൈസ് ബോക്സ് ഫുള്ളാക്കി. അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ഒന്നും ഇടാണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ജാതിപത്രി, ഏലക്ക, അത് പട്ട, അത് ഗ്രാമ്പൂ, നീ വാങ്ങാൻ ഒന്നും ബാക്കിയില്ല. കഴിഞ്ഞാ നീ അടുത്ത പണി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇളക്കും? വെറുതെ നിൽക്കരുത്. ഈ കയ്യിലായിട്ട് ഇളക്കണ്ട്. ഇളക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. പണി തന്നുകൊണ്ടേ ഇരിക്കുക. കുറച്ച് വെള്ളമുണ്ട്. കൈമാ റൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും ഒന്ന് വറക്കണം. വറുത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കൈമാ റൈസ്. അപ്പം ഞാൻ ബിരിയാണിയുടെ ഒരു ഫുള്ള് റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം നമ്മുടെ സ്വപ്നസ് ഫുഡ് വേൾഡിൽ തന്നെ 3-4 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ചാനലിലാണെങ്കിലും കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്. രമേശേട്ടൻ അവിടെ കഷ്ടപ്പെടുകയാണ്. ഷോർട്സ് പോലെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഷോർട്സൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി, ഫിഷ് ബിരിയാണി. രമേശേട്ടനാണെങ്കിൽ ചിക്കൻ ബിരിയാണിയേക്കാളും ഇഷ്ടമാണ്. ഈവൻ പ്രോൺസ് ബിരിയാണിയും അടിപൊളിയാണ്. പക്ഷേ ഇന്നെന്തോ ഈ ഒരു ബിരിയാണിയുടെ തത്രപ്പാടിലാണ് കേട്ടോ. സോ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡിയായി, റൈസും റെഡിയായി. ഇനി ജസ്റ്റ് ഇങ്ങോട്ട് പൊട്ടി ദമ്മിടുക. അവസാനം കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇടുക. അത്രയേ ഉള്ളൂ. വെരി ഈസി. 1 hour കറക്റ്റ് 1 hourൽ റെഡിയായി. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാനാണ് അടുത്ത 1 hour. പക്ഷെ കുഴപ്പമില്ല അല്ലേ. സാലഡും ജസ്റ്റ് തൈര്, പുതിന ചട്നിക്ക് പുതിന മാത്രമേ ഉള്ളൂ, മല്ലിയില്ല. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. പപ്പടം ഉണ്ട്. മിറ്റക്കുട്ടിക്ക് പപ്പടം വേണം, പപ്പടം കഴിക്കാൻ തോന്നുന്നു അമ്മ എന്ന് പറഞ്ഞിട്ട് പപ്പടം വാങ്ങിയിട്ടുണ്ട്. പപ്പടം കൂടെ നമുക്ക് കാച്ചാളുള്ളൂ. പപ്പടം കാച്ചാലുള്ള ഒരു കോലാണെങ്കിൽ അത്യാവശ്യം. ഈ കോലിൽ ഞാൻ ഫിഷ് എടുത്തു പോയി. അപ്പം കത്തിയായിട്ട് നമുക്ക് കാച്ചാം. എല്ലാതുമായിട്ട് നമുക്ക് അടുക്കളയിൽ ഉപയോഗമുണ്ട്. എന്താ കയ്യെ കിട്ടിയത് അത് വെച്ച് കളിക്കാം. അതാണ് അടുക്കള. എന്താ നിങ്ങളുടെ അഭിപ്രായം അല്ലേ? തേരങ്ങ ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് വെച്ചുണ്ടാക്കുക. കത്തിയായിട്ട് പപ്പടം കാച്ച വേറെ ഓപ്ഷൻ ഇല്ല. നല്ല വിശപ്പ്. ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട്. ഞാൻ യുദ്ധം തുടങ്ങണല്ലോ. വൃത്തിയാക്കല്ലേ. ഈ ഒരു സീനാണ്. അതുകൊണ്ടാണ് എനിക്ക് മൺഡേ ടു ഫ്രൈഡേ ഭയങ്കര ഇഷ്ടം. മൺഡേ ടു ഫ്രൈഡേ ആകുമ്പോൾ ചപ്പാത്തി മാത്രമേ ഉള്ളൂ, ഓട്സ് ആണ് രാവിലെ. സോ ഒന്നും ഉണ്ടാവില്ല. 8 മണിയാകുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കും. 8:30 ആകുമ്പോഴേക്കും എൻ്റെ ക്ലീനിങ് കഴിയും. പിന്നെ എനിക്ക് നല്ല സുഖം. പിന്നെ എൻ്റെ എന്തെങ്കിലുമൊക്കെ പരിപാടി. പക്ഷെ അങ്ങനെ മാത്രം പോരല്ലോ. പപ്പടം ചിലപ്പോൾ ഞാൻ കഴിച്ചു എന്ന് വരും കേട്ടോ. പപ്പടത്തിനോട് എനിക്കൊരു ആക്രാന്തം. ദം ബിരിയാണി അതാണ് ആക്ച്വലി എൻ്റെ പാട്ട് മനസ്സിൽ വന്നിട്ട്. ഇനി അവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ എല്ലാ കച്ചറയും കൂടെ ഇവിടെ കൊണ്ടുവയ്ക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മളങ്ങനെ കാണിക്കുമ്പോൾ അതിപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന പോലെ കറക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്താ അറിയോ, ഇതിപ്പോൾ ഇവിടെ കാണേണ്ട ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ എന്ന് വിചാരിച്ച് കൊണ്ടുവച്ചതാണ്. കോഴിമുട്ടയുടെ തോട് ഇങ്ങനെ ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ച് കുപ്പിയിലാക്കി വെക്കുക. ഇവിടെ പിന്നെ നല്ല കോഴിമുട്ടയുടെ ചിലവുള്ളതുകൊണ്ട് രമേശേട്ടൻ നല്ലോണം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം ഞാനതിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതാണ്, അത്രയും നല്ല വളമാണെന്നാണ് പറഞ്ഞല്ലേ. ചെടികൾക്കൊക്കെ ഇട്ടാൽ അങ്ങനെ പൊടിച്ചിടണം. അത്ര ഇങ്ങനെയല്ല, പൊടിച്ചിട്ട് ഇങ്ങനെ ഉണക്കി പൊടിച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി പൊടിക്കാറായി. ഇത്
ഇന്നത്തെയാണ് ഇത്. ഒന്നും ഉണങ്ങിയിട്ട് പുറത്ത് വെച്ചപ്പോൾ അപ്പം മഴക്കാറായപ്പോൾ ഞാൻ ഉള്ളിലേക്ക് എടുത്തോണ്ട് വെച്ചത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ടേബിളിൻ്റെ മുകളിലാണ് കൊണ്ടുവന്ന് വെച്ചത്. ഇനി അത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ടേബിളിൻ്റെ ഇത് റെഡിയാക്കാൻ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ. ചില ആളുകളുണ്ടാവും ഉണ്ടാക്കുമ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഈ കച്ചറ മുഴുവൻ അങ്ങനെ വെച്ച് അവസാനമാണ് റെഡിയാക്കുക. കാരണം ഉണ്ടാക്കുമ്പോൾ റെഡിയാക്കുക എന്നുള്ളത് എനിക്ക് പോസിബിൾ അല്ല. കാരണം എൻ്റെ ടൈം ഭയങ്കരമായിട്ട് പോകും. കാരണം നമ്മൾ ഷൂട്ടിങ്ങും കൂടെ ചെയ്യല്ലേ, അപ്പോൾ അത് നടക്കില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ സമയം വരും. ഇപ്പം തന്നെ നമുക്ക് 2 മണിയാവാറായി. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് എനിക്കൊന്ന് വൃത്തിയാക്കി ഇരിക്കണം. അപ്പോൾ നമ്മുടെ സാലഡ് റെഡിയായി. ഫിഷ് ബിരിയാണി. ഫിഷ് ഞാൻ എടുത്ത് പുറത്തേക്ക് വെക്കും കേട്ടോ. കാരണം അത് അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഓൾഡായും. അപ്പോൾ അതുകൊണ്ട് ഫിഷ് ഫുള്ളിങ്ങനെ ഗ്രേവിയിൽ കിടന്ന് ആയി കഴിഞ്ഞാൽ ആ ഫിഷ് മാത്രം ഒന്നുകൂടെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ മിക്സ് ചെയ്യാം. ഫിഷ് ഇപ്പോൾ പുറത്തേക്ക് എടുക്കാൻ പറ്റാ പാട്. അത് കുറച്ച് അത് പൊട്ടാതെ കിട്ടണ്ടേ, അത് കുറച്ച് പണിയാണ് പൊട്ടാതെ കിട്ടുക എന്നുള്ളത്. കാരണം നമ്മൾ എയർ ഫ്രയറിലല്ലേ ഫ്രൈ ചെയ്ത്. ഇനി എന്താ അച്ചാറിനൊരു കുറവ് വേണ്ട. ഇതാ അതിരയുടെ അച്ചാറ് അന്ന് സ്ലീപ്പ് ഓവറിന് കൊണ്ടുവന്നതാ. കഴിയാറായില്ല, ഞാൻ മാത്രമല്ലേ കഴിക്കുള്ളൂ. നല്ല നാരങ്ങ അച്ചാർ. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിച്ചാലോ? മിത്തോസ് ബാ. ബിരിയാണി ഒക്കെ ഇവിടെ റെഡിയാണ്. രമേശേട്ടൻ എനിക്ക് ക്യാമറ എടുത്ത് തന്നിട്ട് വേണം നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഞാനല്ലല്ലോ പറയേണ്ട അഭിപ്രായം, രമേശേട്ടനാണ്. പക്ഷേ രമേശേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അല്ലേ? ഇഷ്ടമാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഈ തേങ്ങാപ്പാലിട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പിന്നെ ബാക്കി മസാലയിലൊക്കെ വെറും പച്ചമുളകിൻ്റെ എരിവേ ഉള്ളൂ. അപ്പോൾ ഇത് അമ്മ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ബിരിയാണി, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുക. ഫിഷ് ബിരിയാണി. ചിക്കനിൽ തേങ്ങാപ്പാലിടില്ല, അത് നമ്മൾ തൈരൊക്കെ ഇട്ടിട്ട്. ഫിഷിലും തൈരിടാം, പക്ഷേ ഈ തേങ്ങാപ്പാൽ പേരിന് കുറച്ച് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അടിപൊളി. കഴിക്കുക എന്നിട്ട് വേണം പിടിക്കാൻ. ക്യാമറ ഓഫ്. നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. നല്ല ഉറക്കം പാസ്സാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഒന്നല്ല, നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടില്ല. ജസ്റ്റ് ഡ്രസ്സ് മാറ്റി ഇങ്ങനെ റെഡി ആവാൻ പോകണേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് പുറത്ത് പോകാം. കുറേ ദിവസമായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ആമസോണിൽ കുറച്ച് അടിപൊളി പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ ഡ്രസ്സാണ് കാണിക്കാറ്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് ബ്യൂട്ടി ഐറ്റംസ്, എൻ്റെ കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാതും ആമസോണിൽ നിന്നാണ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്റ്റുകളൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ഏതൊക്കെയാണ് യൂസ് ചെയ്യുക, ബ്യൂട്ടി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഇടാറ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും കഴിയാറില്ല. അതായത് 2-3 കൊല്ലമൊക്കെ ഓടിക്കും. കാരണം എന്നും അങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ള പരിപാടിയില്ല. പിന്നെ ഞാൻ അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ പരീക്ഷിക്കില്ല. അതായത് ലിപ്സ്റ്റിക്ക് മാത്രം ചിലപ്പോൾ ഒന്ന് പരീക്ഷിക്കും. അതങ്ങനെ എൻ്റെ കഴിഞ്ഞ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ എല്ലാ പ്രാവശ്യം പറയണ പോലെ ഒന്നെങ്കിൽ ഡെർമാക്കോൻ്റെ അല്ലെങ്കിൽ ന്യൂട്രിഡേമിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ന്യൂട്രിഡേം ഭയങ്കര അടിപൊളിയായിട്ട് എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഈ ഡെർമാക്കോൻ്റെയും ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നാണ് ഇത്. 5% നിയാസിനമൈഡ് ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീം. അപ്പോൾ എനിക്ക് അത്രയും ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഈ മോയ്സ്ചറൈസർ ഓക്കെയാണ്. അങ്ങനെ എന്നും യൂസ് ചെയ്യാത്ത ഒരു 2, 3, 4 എത്ര കൊല്ലമായിന്ന് എനിക്കത് അറിയില്ല. സാർ എക്സ്പയറി ഡേറ്റ് കഴിയാൻ നമുക്ക് കളയാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് കൺസീലർ കേട്ടോ. കാരണം കൺസീലറൊക്കെ ഈ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് മാറ്റം അതൊക്കെ ഞാൻ വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ ഇവിടെ വല്ല ഷൂട്ടിങ്ങോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത് ലോറിയലിന്റെ ഒരു കൺസീലറാണ് കേട്ടോ. എൻ്റെ ഒരു ഷെയ്ഡിന് വരുന്നതാണ്. കയ്യിലില്ലാത്തൊരു സാധനമായിരുന്നു ബ്ലഷ്. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ബ്ലഷ് 3 എണ്ണമാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലഷ്, ഒന്ന് കോൺടോർ അതിൽ വാങ്ങിച്ചു. കാരണം മൊത്തത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ ഈ 3 എണ്ണം അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാൾസിന്റെ ലിക്വിഡ് ബ്ലഷ്, അതായത് അധികം വിലയൊന്നുമില്ല. ഞാൻ ഭയങ്കര വിലയുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. തൽക്കാലം എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഒരുപാട് വിലകൾ വാങ്ങി അത് എക്സ്പയറി കഴിയുമ്പോൾ ഭയങ്കര വിഷമമാകും. അപ്പം അതുകൊണ്ടാണ്. അപ്പം ചെറുതാ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ബ്ലഷ് ഒക്കെ ഒന്ന് വാങ്ങണമെങ്കിൽ ഇതുപോലത്തെ ചെറുതധികം വിലയില്ലാത്ത വാങ്ങി പരീക്ഷിക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ മാൾസിന്റെ തന്നെ ഞാനൊരു ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹൈലൈറ്റർ. അപ്പൊ ഇത് ഹൈലൈറ്റർ ആയിട്ടും ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം.
പിന്നെ ഞാനൊരു കോണ്ടോർ സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര റിവ്യൂ ഉള്ള ഒരു കോണ്ടോർ സ്റ്റിക്ക്. കോണ്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് സ്ലിം ആവാനും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമല്ല, നിങ്ങൾ എല്ലാ ബ്യൂട്ടി ചാനലൊക്കെ കാണുന്നതാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫേസ് ജോ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയ പോലെ ഒരു ഫീൽ വരും. ചെറുതാണ് വാങ്ങിയിട്ടുള്ളത്, വളരെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഇനഫ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഈ കാണിച്ച സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഒന്ന് ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങണതാണ് ഇതൊന്ന് നിലത്തേക്ക് വീണ് പോയിപ്പോ ഇതിപ്പോ പോയിരുന്നു, മെബിലിന്റെ ക്ലോസൽ കാജൽ. ഇതാണ് എനിക്ക് പേഴ്സണലി, ലാക്മേയുടെ ഇഷ്ടമാണ്, പക്ഷെ മെബിലിന്റെ ഈ ഒരു കാജൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഫേസസ് കാനഡയുടെ കാജലും ഭയങ്കര ഇഷ്ടമാണ്. അതിലെന്താ വെച്ചാൽ സ്മഡ്ജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിയാറായി, അത് അടിപൊളി. അത് നമുക്ക് ഒരു സൈഡിൽ കണ്ണെഴുതാനും മറ്റേ സൈഡിൽ അത് സ്മഡ്ജ് ചെയ്യാനും, അപ്പൊ ഇങ്ങനെ ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു കണ്ണായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ലിപ്സ്റ്റിക്, ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഭയങ്കര ലിപ്സ്റ്റിക് ഭ്രാന്ത് കയറിയ ഒരു സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ലിപ്സ്റ്റിക് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ളത്, അത് എൻ്റെ ഫേവറേറ്റ് മാൾസിന്റെ ഖൂബ്സൂരത് കുച്ചിപ്പൊടി. ഇത് അധികം വിലയൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ സ്കിൻ, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിൻ ടോണിന് ഭയങ്കരമായിട്ട് മാച്ച് ആവുന്ന ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഫേവറേറ്റ് ഷെയ്ഡാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം മാൾസിന്റെ ഖൂബ്സൂരത് കുച്ചിപ്പൊടി. പിന്നെ ബെസ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ലാക്മേയുടെ ആണ്. ഈ ഒരു ഷെയ്ഡ് ഞാൻ എന്തായാലും 4 Hour മാറ്റിന്റെ ഈ ഒരു ഷെയ്ഡ് തന്നെ വാങ്ങണം കേട്ടോ. ഇതൊരുവിധം ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ലാക്മേയുടെ ഈ ഒരു ഷെയ്ഡ്. അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടുന്ന് ലിപ്സ്റ്റിക് ഏതാ ഷെയ്ഡ്. പിന്നെ ലാക്മേയുടെ തന്നെ ഒരു അടിപൊളി ഷെയ്ഡ്, ഇത് കുറച്ചൊരു ബ്രൈറ്റ് വേറൊരു ഷെയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ അതും ഒന്ന് വാങ്ങിച്ചു. അപ്പോൾ 4 ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, ആക്ച്വലി വേറെ ഒന്നല്ല. ഇപ്പൊ എന്റെ മുടി ഞാൻ പറഞ്ഞില്ല, ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഫുള്ള് ചുരുണ്ടു തുടങ്ങി, മേലെയും ചുരുണ്ടു അടിയിലും ചുരുണ്ടു. ഇപ്പൊ ഇത് എത്രയും നീളം എന്ന് പറയുന്നത് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത് ചുരുണ്ടു. അപ്പൊ നോർമൽ കേൾസിലേക്ക് തന്നെ തിരിച്ചാലോ, ഇതിപ്പോ എനിക്ക് അന്നത്തെ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ ഇത് ചുരുണ്ട് തുടങ്ങി. അപ്പൊ ഇനിയിപ്പോ നോർമലി പോകുന്ന പോലെ അപ്പൊ ഞാൻ അതിനു വേണ്ടി ചുരുണ്ട് തുടങ്ങിയല്ലോ. അപ്പൊ എന്റെ കേളി പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഷാമ്പൂവും കാര്യങ്ങളൊക്കെ, ഇത് ഫിക്സ് മൈ കേൾസ്. അപ്പൊ ആരെങ്കിലും, ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കേളി മെത്തേഡ് ചെയ്യാന്നുള്ളത്. അത് ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആദ്യം ഇവരുടെ ഷാമ്പൂ യൂസ് ചെയ്ത് കഴുകുക, പിന്നെ അതിന്റെ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴുകുക, പിന്നെ അവരുടെ ഒരു ജെല്ലും ഉണ്ട്, ലീവിൻ ക്രീമും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ജെല്ല് വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയാറില്ല, അതിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പീച്ച് കൊടുക്കുക, സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക, അതാണ് അതിന്റെ ഇത്. അപ്പൊ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചുരുണ്ട മുടിക്കാർക്കാണ് ഇത് വർക്ക് ആവുള്ളൂ. നല്ല സ്ട്രേറ്റ് വേവി ഹെയറുകാർക്കൊന്നും ഇത് വർക്ക് ആവില്ല കേട്ടോ. അപ്പൊ നന്നായിട്ട് വർക്ക് ആവില്ല. അപ്പൊ ചുരുണ്ട മുടിക്കാരാകുമ്പോ ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള ജെല്ല് ഉണ്ടല്ലോ, അത് തേച്ചിട്ട് ഇതുപോലെ സ്ക്രഞ്ച് ചെയ്യുക. പിന്നെ അപ്പൊ ഒരിക്കലും മുടി ഇങ്ങനെ ആക്കരുത്. എന്നിട്ട് മുടി കെട്ടി വെക്കുക, ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ചീകരുത്, ചീർപ്പായിട്ട് തൊടരുത്. ഇപ്പൊ ചീർപ്പായി തൊട്ടോണ്ടാകട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞാൽ ചുരുണ്ടിട്ട് നിൽക്കും. അപ്പൊ മുടി ചീകാൻ പാടില്ല, ചീർപ്പായിട്ട് തൊടാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് ശരിക്കും കേളി മെത്തേഡ് എന്ന് പറയുന്നത്. അതൊന്ന് ടൈം എടുക്കും എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ മാക്സിമം ചുരുണ്ട ഇതങ്ങടെ അപ്ലൈ ചെയ്യാന്നുള്ള ഇതിലാണ്. അപ്പൊ എല്ലാതും ആമസോണിനാണ്, എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. ഇനി ഞാൻ വേഗം ഇറങ്ങാൻ നിൽക്കട്ടെ, ഇതിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടായിരിക്കും ഇന്ന് ഞാൻ ഇറങ്ങാം. അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും കുറേ നേരമായിട്ടോ. ഇന്ന് ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്, ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പോഴാണ് കേട്ടോ ഇടുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുംബൈയിൽ ഗംഭീരമായ മഴയായിരുന്നു. ഇപ്പോൾ ഒരു 1-2 ദിവസമായിട്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും തിരിച്ച് മഴ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അത്ര ഒരു മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇനോർബിറ്റ് മോളിൽ പോയി, സീവുഡ്സ് മോളിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനോർബിറ്റ് മോളിൽ പോയി വന്നത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഈ അച്ഛനും മോളും ഇതിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു ആപ്പിൾ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുക. എന്തായാലും പുതിയ ഐഫോൺ വരാൻ ടൈം എടുക്കുമല്ലോ, അപ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. എനിക്കിതിലൊന്നും എത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഫോണോ ഒക്കെ ബാക്കിയുള്ളതിലൊന്നുമില്ല. ഞാനിങ്ങനെ വേറെ ഏത് ഷോപ്പ് പോകുന്ന ഇങ്ങനെ ആലോചിച്ച് ഇവരെയും കാത്ത് ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മണം കാരണം നിൽക്കാൻ വയ്യ. അപ്പോൾ ഇതെന്താണെന്ന് നോക്കുമ്പോൾ ഇവിടെ തന്നെയാണ് ബേക്ക് ചെയ്യണത്. സാധാരണ ഇങ്ങനെ കുക്കീസിൻ്റെ അവിടെ ഇത്രയും ഒരു ബേക്കിംഗ് മണം വരാറില്ല. ഒരു രക്ഷയില്ല കേട്ടോ. കുക്കീസൊക്കെ ബേക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പ്രേംഷേട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ അതൊക്കെ കഴിച്ചിരുന്നോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ പെർഫ്യൂം വാങ്ങിക്കാൻ വേണ്ടി പോയി. 1-2 നല്ല അവിടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തരും.
അപ്പോൾ ആ പെർഫ്യൂം ഡെയിലി അടിക്കുന്ന ടൈപ്പിലുള്ള നല്ല പെർഫ്യൂമാണ് കേട്ടോ ഇവരുടെ. അപ്പോൾ അത് നോക്കി എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പെർഫ്യൂം ഷോപ്പിൽ മിത്തുക്കുട്ടി നോക്കി ആ കേക്കും അതൊക്കെ ആയിട്ടാണ് മിത്തു വന്നത്. കാരണം അവിടുന്ന് കഴിച്ച് നമ്മൾ ബില്ലാക്കി വന്നതല്ലേ, അപ്പോൾ പിന്നെ അവൾക്ക് കുറേ സമയം എടുക്കും കഴിക്കാൻ. അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ആ ഒരു കോഫിയൊക്കെ ഇട്ട് അത് മണത്തിട്ടിരിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അത് കഴിഞ്ഞ് ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ ചുമ്മാ ഒന്ന് കറങ്ങി ഡ്രസ്സുകളൊക്കെ നോക്കാൻ ഒരു രസം. മിത്തുക്കുട്ടിക്ക് ഏതെങ്കിലും ഡ്രസ്സൊക്കെ നോക്കാൻ വിചാരിച്ചാൽ അവൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സോച്ചിൽ കയറി കേട്ടോ. സോച്ചൊക്കെ ഞാൻ ഓൺലൈനിലാണ് വാങ്ങാറപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് 5500 ആണ് അതിൻ്റെ ആ ഒരു സാരിയുടെ റേഞ്ച് കേട്ടോ. പിന്നെ തനേറ എന്ന് പറഞ്ഞ ഷോപ്പ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടാറ്റയുടെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ നോക്കി പോന്നു. അത് കഴിഞ്ഞ് ഇതേ നമ്മളിവിടെ മിനിസോല് കയറി. മിനിസോല് മിത്തുക്കുട്ടിക്ക് കുറേ സാധനമുണ്ട്. ഇത് മറ്റേ ഈ ഇതില്ലേ കിടക്കുമ്പോൾ അങ്ങനെ കണ്ണിൽ വെക്കുന്ന അതാണ്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി 2 ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും ഉപയോഗിക്കില്ല, വെറുതെ വാങ്ങി കൂട്ടപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടി ചിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങളൊരു ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗായിട്ട് അടുത്ത ദിവസം കാണാം.